ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ 2018 തൊട്ട് 2020 വരെ UPSCയുടെ പ്രിലിംസിന് ചോദിച്ച പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കും കിടക്കാം. വിച്ച് ഓഫ് ദ ഗീവൻ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. only 2 ആണ് കറക്റ്റ്. only 2, ഓപ്ഷൻ ബി. In the Lok Sabha, a leader of the opposition was recognized for the first time in 1969. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഇത് അതെങ്ങനെയായിരുന്നു? വാസ് ഫസ്റ്റ് ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1969. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ദാറ്റ് ഈസ് only 2. 1ന്റെ ആൻസർ ബി ആണ്. 2, only 2 ആണ്. ഓക്കെ. How is the National Green Tribunal different from the Central Pollution Control Board? ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ PSCയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 2 ആണ്. ഒന്നാമത്തെ അല്ല, only 2 ആണ്. The National Green Tribunal provides environmental justice and helps reduce the burden of litigation in the higher courts. കണ്ടോ, എൻവയോൺമെന്റൽ ജസ്റ്റിസ് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള കോർട്സിന്റെ ബേർഡൻ, ആ ഒരു ഭാരം ഇത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വേറെ CPCB എന്ന് പറയുമ്പോൾ എന്താ? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രൊമോട്ട്സ് ക്ലീൻനെസ് ഓഫ് സ്ട്രീംസ് ആൻഡ് വെൽസ് ആൻഡ് എയിംസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എയർ ഇൻ ദ കൺട്രി. അങ്ങനെയുള്ള കാര്യങ്ങൾ, എയറിന്റെ, വായുവിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മുടെ സ്ട്രീംസും വെൽസും, നമ്മുടെ അരുവികളും, അതുപോലെ തന്നെ നമ്മുടെ വെൽസ്, കിണറുകൾ, അതിന്റെയൊക്കെ ക്ലീൻനെസ്, അതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ വരുന്നത്. CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഓക്കെ, സോ only 2 ആണ് ഇതിന്റെ ആൻസർ. ബി ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? ഇതിനകത്ത് എ ആണ്. only 1 ആണ് കറക്റ്റ്. The Parliament of India can place a particular law in the 9th schedule of the Constitution of India. 9th ഷെഡ്യൂളിനകത്ത് പാർലമെന്റിന് ഒരു പർട്ടിക്കുലർ ലോയിന്റെ ഇത് വരാനായിട്ട് സാധിക്കും. The validity of a law placed in the 9th schedule cannot be examined by any court and no judgment can be made. അത് തെറ്റാണ്. കാരണം ജുഡീഷ്യറിക്ക് പവർ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിലും ഇടപെടാനുള്ള കഴിവ് ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ്? നെയ്തർ. ഇത് രണ്ടും തെറ്റാണ്. ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും തെറ്റാണ്. With reference to the Parliament of India, which of the following parliamentary committees scrutinizes and reports to the House whether the powers to make regulations, rules, sub-rules, bylaws, etc. conferred by the Constitution of delegated by the Parliament are being properly exercised by the executive within the scope of such delegation? ഈ ഡെലിഗേറ്റഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ വന്നതാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ബി ആണ്. കമ്മിറ്റി ഓൺ സബ് ഓർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. ഒരു ഡീറ്റെയിൽഡ് ടോപ്പിക് ആണ് ഈ ഡെലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കൊരു ക്ലാസ് ചെയ്യാം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ബി ആണ്. only 2 ആണ് കറക്റ്റ്. As per RT എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. For teaching primary classes, a candidate is required to pass a teacher eligibility test conducted in accordance with the National Council of Teacher Education guidelines. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് അവിടെ പാസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം UPSC ആണ്, നമുക്കറിയാം. മണി ബില്ല്, റിഗാർഡിംഗ് മണി ബില്ല് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണി ബില്ലും അല്ല, റിഗാർഡിംഗ് മണി ബില്ല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് സി ആണ്. എ മണി ബിൽ ഇസ് കൺസേർഡ് വിത്ത് അപ്രോപ്രിയേഷൻ ഓഫ് മണി ഔട്ട് ഓഫ് ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. അതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, മണി ബില്ലായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തതാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മണി ബില്ല് വന്നായിരുന്നു. With reference to the election of the president, consider the following. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1. The value of the vote of each MLA varies from state to state. ശരിയല്ലേ? സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് ആയിട്ട് അതിന്റെ വാല്യൂ മാറും. കാരണം പോപ്പുലേഷൻ ഒരു ഫാക്ടർ ആയിട്ട് അവിടെ വരുന്നുണ്ട്.
The value of the vote of MPs of the Lok Sabha is more than the value of the vote of MPs of the Rajya Sabha. അങ്ങനെ വരുന്നില്ല, ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1 ആണ് കറക്റ്റ്. The speaker of the legislative assembly shall vacate his or her office if he ceases to a member of the assembly. അങ്ങനെയാണെങ്കിൽ വെക്കേറ്റ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. only 1 ആണ് കറക്റ്റ്. Which one of the following reflects the most appropriate relation between law and liberty? Law and liberty. ഏതാണ്? സി ആണ്. If there is liberty, laws have to be made by the people. Okay. 41ന്റെ കറക്റ്റ് ആൻസർ സി ആണ്. രണ്ടും കറക്റ്റ് ആണ്. No criminal proceedings shall be instituted against the governor of a state in any court during his term of office. ശരിയല്ലേ? അദ്ദേഹത്തിന്റെ ടേം ഓഫ് ഓഫീസിന്റെ സമയത്ത് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. The emoluments and allowances of the governor of a state shall not be diminished during his term of office. അദ്ദേഹത്തിന്റെ സാലറിയും അലവൻസസും എമോലുമെന്റ്സും ഒന്നും കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ. Which of the following are regarded as the main feature of rule of law? Rule of law എന്ന് പറഞ്ഞാൽ എന്താ? നിയമവാഴ്ച. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 and 4. ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ലിമിറ്റേഷൻ ഓഫ് പവർ വരുന്നുണ്ട്. പിന്നെ 4, ലിബർട്ടി ആൻഡ് സിവിൽ റൈറ്റ്സ്. പീപ്പിൾസ് റെസ്പോൺസിബിലിറ്റി ടു ദ ഗവൺമെന്റ് ആണോ വരുന്നത്? അല്ല, അത് തെറ്റാണ്. റൂൾ ഓഫ് ലോ PSC ചോദിക്കാറുള്ളതാണ്. ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ്, അധികാരങ്ങളുടെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, എല്ലാവരും തുല്യരാണ്. ലിബർട്ടി ആൻഡ് സിവിൽ റൈറ്റ്സ് നമുക്ക് റൂൾ ഓഫ് ലോ നമ്മുടെ SCRTയിലും പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. If the President of India exercise his power as provided Article 356 of the Constitution in respect of a particular state, എന്താണ് ആർട്ടിക്കിൾ 356? പ്രസിഡന്റ്സ് റൂൾ അല്ലേ? സ്റ്റേറ്റ് എമർജൻസി എന്ന് പറഞ്ഞൊരു ടേം അതിനകത്തില്ല, പക്ഷെ പ്രസിഡന്റ്സ് റൂൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റിൽ വരുമ്പോൾ ഏതാണ് കറക്റ്റ്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. ദ പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഷാൽ ബി എക്സസൈസബിൾ ബൈ ഓർ അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ പാർലമെന്റ്. ശരിയല്ലേ? പിന്നെ പാർലമെന്റിന്റെ അതോറിറ്റിയിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. Right to privacy is protected as an intrinsic part of right to life and personal liberty. ഏതാണ്? Which of the following? ഏതാണ്? ഏത് ആർട്ടിക്കിളാ വരുന്നത്? നമുക്കറിയാം സി ആണ്. ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ഫ്രീഡം ഓഫ് ലിബർട്ടി, പേഴ്സണൽ ലിബർട്ടി വരുന്നത്. ആൻഡ് ഫ്രീഡംസ് ഗ്യാരണ്ടഡ് ഇൻ പാർട്ട് 3. ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അടുത്തത് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. only 2 ആണ് കറക്റ്റ്. The Supreme Court of India struck down the 99th Amendment to the Constitution of India has been violated with the independence of judiciary. ജുഡീഷ്യറിയുടെ ഇത് അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The 44th Amendment to the Constitution of India introduced an article placing the election of the Prime Minister beyond judicial review. അങ്ങനെ ഒരു കാര്യം 44th Amendment Actനകത്ത് പറയുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് 44th Amendment Act. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? 3ഉം 4ഉം ആണ് കറക്റ്റ്. The details of the process of impeachment of the judges of the Supreme Court of India are given in the 4th Judges Enquiry Act 1968. സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ ഇംപീച്ച്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. If the motion for the impeachment of a judge is taken upon for voting, the law requires the motion to be backed by each house of the parliament. രണ്ട് ഹൗസും, ലോക്സഭയും രാജ്യസഭയാണ് അവിടെ വേണം. Supported by a majority of total membership of that house. Majority, ഭൂരിപക്ഷം വേണം. And not less than 2/3 of the total members of that house present and voting. അവിടെ ഉള്ളതിന്റെ 2/3 കുറയാത്ത വോട്ടിങ്ങും അവിടെ ആവശ്യമാണ്. അപ്പൊ കുറച്ച് ഡെപ്തിലാണ് ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. The 9th schedule was introduced in the Constitution of India during the prime membership of Jawaharlal Nehruവിന്റെ സമയത്താണ് 9th schedule വരുന്നത്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? 1ഉം 2ഉം ആണ് കറക്റ്റ്. The Parliament Prevention of Disqualification Act 1959 exempts several posts from the disqualification on the office of profit. ആ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന കുറെ പോസ്റ്റുകൾ അവിടെ എന്താണ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. The above mentioned act was amended 5 times. 5 പ്രാവശ്യം ഇത് അമെൻഡും ചെയ്തിട്ടുണ്ട്.
The term office of profit is well defined in the Constitution of India. അത് വരുന്നില്ല, അത് നമ്മുടെ Constitution of Indiakകത്ത് പറയുന്നില്ല. Okay. Under which schedule of the Constitution of India can the transfer of tribal and private parties for mining be declared null and void? അതേതാണ് ഫിഫ്ത്ത് ഷെഡ്യൂളാണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാ. ഫിഫ്ത്ത് ഷെഡ്യൂളിലൊക്കെ ഏതാ ഈ ട്രൈബൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഒക്കെ കാര്യങ്ങളാണ് ഫിഫ്ത്ത് ഷെഡ്യൂളിനകത്തൊക്കെ പറയുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. With reference to the Constitution of India, prohibitions or limitations or provisions contained in ordinary laws cannot act as prohibitions or limitations on the constitutional powers under Article 142. It could be mean which of the following? The Supreme Court of India is not constrained in the exercise of its power by the law made by the Parliament. Article 142 ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. UPSC ചോദിച്ച ഒരു ആർട്ടിക്കിളാണ്, അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുക. With reference to the Legislative Assembly of a state in India, ഏതാണ് correct? Only one ആണ് correct. The governor makes a customary address to members of the house at the commencement of the first session of the year. First session, ആദ്യത്തെ സെഷൻ, ഒരു വർഷത്തെ ആദ്യത്തെ സെഷനിൽ ഒരു കസ്റ്റമറി അഡ്രസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. Which article of the Constitution of India safeguards one's right to marry the person of one choice? Article 21 ആണല്ലേ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അതിനകത്ത് വരുന്നതാണത്. Which one of the following suggested that the governor should be an eminent person from outside the state and should be detached figure without intense political links or should not have taken part in politics in recent past? ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഗവർണർ എന്ന് പറയുന്നത് ഏത് കമ്മീഷനകത്താണ്? ആരാണ് സജസ്റ്റ് ചെയ്തത്? സാഗരിയ കമ്മീഷൻ 1983 ആണ് സജസ്റ്റ് ചെയ്തത്. With reference to the Constitution of India, ഇത് രണ്ട് കാര്യങ്ങളും വരുന്നില്ല. No high court shall have the jurisdiction to declare any central law to be constitutionally invalid. അങ്ങനെ പറയാൻ പറ്റും. ഹൈക്കോർട്ടിനും എന്താണ് അവകാശങ്ങളുണ്ട്. An amendment of the Constitution of India cannot be called into question by the Supreme Court of India. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അമെൻമെന്റിനുള്ള അവകാശം കൂടുതലും പാർലമെന്റിലാണെങ്കിലും സുപ്രീം കോർട്ടിനും അതിനകത്ത് ഇടപെടാനുള്ള അവകാശമുണ്ട്. ഓക്കെ. In the context of polity, which one of the following would you accept as the most appropriate definition of liberty? എന്താണ്? Absence of restraint ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും നോട്ട് ചെയ്യാട്ടോ. രാജ്യസഭ ഹാസ് ഈക്വൽ പവർ വിത്ത് ലോക്സഭ ഇൻ എന്നിന്റെ കാര്യത്തിൽ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ രണ്ടുപേർക്കും ഈക്വൽ പവർ ആണ് വരുന്നത്. ദ മാറ്റർ ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ് പോകുന്നത് എങ്ങോട്ടാ? അത് രാജ്യസഭയിലേക്കാണ് പോകുന്നത് കേട്ടോ. Which one of the following categories of fundamental rights incorporate against untouchability? ഏതിനകത്താ വരുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി വരുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ. In India, separation of judiciary from the executive is enjoyed by, എവിടെയാണ് അത് പറയുന്നത്? ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ബിയിലാണ് പറയുന്നത്. സോറി, ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുക. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ബൈ ഡെഫിനിഷൻ ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ, ഒരു ഭരണഘടനാപരമായ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഗവൺമെന്റ് ആണ്. അവർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ചെയ്യാൻ പറ്റുന്നത്. Other than fundamental rights, which of the following parts of the Constitution of India reflects the principle and provisions of the Universal Declaration of Human Rights? Fundamental rights അല്ലാതെ ഏതൊക്കെയാണ്? ഇതെല്ലാം വരും അല്ലേ? പ്രിയാമ്പിളിനകത്ത് പറയുന്നുണ്ട്, DPSPക്കകത്ത് പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്തൊക്കെ വരുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒരുപാട് അവകാശങ്ങൾ ഇതിനകത്ത് എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വൺ വിച്ച് നമ്മൾ ഒരുപാട് കണ്ടതാണ്. എങ്ങനെയാണ്? ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ഗവൺമെന്റ്, ദാറ്റ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. നമ്മൾ ഒരുപാട് കണ്ടതാണ് അല്ലേ? നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. Which part of the Constitution of India declares the idea of welfare state? DPSP, Directive Principles of State Policy. ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ കാണുന്നത് എവിടെയാണ്? DPSPയിലാണ്. Consider the following statements. ഏതാണ് കറക്റ്റ്? only 2 ആണ് കറക്റ്റ്. only 2. The Constitution of India defines its basic structure in terms of federalism, secularism, fundamental rights and democracy. അങ്ങനെ പറയാൻ സാധിക്കുമോ? അതിന്റെ ബേസിലാണോ? അല്ല. രണ്ടാമത്തെ ശരിയാണ്.
The Constitution of India provides judicial review to safeguard the citizens' liberties and to preserve ideas on which the Constitution is based. കാരണം ജുഡീഷ്യൽ റിവ്യൂ അത് ഉറപ്പായിട്ടും നല്ലൊരു ഇതിന് വേണ്ടിയാണ്, ടു സേഫ് ഗാർഡ് ദ സിറ്റിസൺ ലിബർട്ടീസ് വേണ്ടിയാണ് അല്ലേ. അത് നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടമെടുത്തതാണ്. In the context of India, which one of the following is the characteristic appropriate for bureaucracy? Bureaucracy എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലേ. An agency for implementation of public policy. Public policyയുടെ implementation വേണ്ടിയുള്ള ഒരിത്. The preamble to the Constitution of India is a part of the Constitution but has no legal effect independently of other parts. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. With the reference to the provisions contained in Part 4 of the Constitution of India. Part 4 ആണ്. ഏതാണ് കറക്റ്റ്? 2ഉം 3ഉം. ഡി ആണ് കറക്റ്റ്. They shall not be enforced by court. പാർട്ട് 4-നകത്തുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. പാർട്ട് 4 ഏതാ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് നമുക്ക് കോർട്ടിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോകാം. പക്ഷെ പാർട്ട് 4 DPSPയും പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒന്നും എൻഫോഴ്സിബിൾ ബൈ കോർട്ട് അല്ല. The principles laid down in this part are to influence the making of laws by the state. അത് രണ്ടും കറക്റ്റ് ആണ്. They shall be enforceable by the courts ആണോ? അല്ല, തെറ്റാണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡി. ഒന്നും കറക്റ്റ് അല്ല, രണ്ടും തെറ്റാണ്. UPSC ആയതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് നല്ല ഡെപ്തിൽ തന്നെ വരും കേട്ടോ. എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? 1ഉം 3ഉം ആണ് കറക്റ്റ്. The President of India can summon a session of the Parliament at such places as കാരണം എന്താണ്? അത് പ്രസിഡന്റ് ആണ് സെഷന്റെ സമൻ ചെയ്യുന്നത്, വിളിച്ചു ചേർക്കുന്ന പ്രസിഡന്റ് ആണ്. There is no minimum number of days of that Parliament is required to meet in a year. അത് രണ്ടും കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2018, 2019, 2020 3 വർഷത്തെ UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പൊ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ നമ്മൾ ഇതിനകത്ത് പലതും നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് പല വീഡിയോസിലായിട്ട് പലതിന്റെ മണി ബില്ല് അങ്ങനെയുള്ള കാര്യത്തിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ പറയാതിരുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഡെപ്തിലാണ്. കാരണം UPSCയുടെ ഇതിപ്പം 2018, 19, 20 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞിട്ട് അധികം വർഷമൊന്നും ആയില്ല, 3-4 വർഷമായല്ലോ. അപ്പൊ അത്യാവശ്യം ഡെപ്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും ഡെപ്തിലൊന്നും വേണ്ട. എന്നാലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പോവുക. കാരണം UPSCയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ PSC കോപ്പി പേസ്റ്റ് ചെയ്ത പല ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടു, പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാംസിൽ. അപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.